ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ ശക്തമായ തെളിവുകൾ. പോറ്റിയുമായി പത്മകുമാറിന്റെ ബന്ധം തെളിയിക്കുന്ന രേഖകൾ SIT കണ്ടെത്തി. വീട്ടിൽ നടത്തിയ റെയ്ഡിൽ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും കണ്ടെത്തി. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തൻ, പത്മകുമാർ ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലം മുതൽ തുടർച്ചയായി ഈ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടോ? എന്തൊക്കെയാണ് ആ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ? അഭിലാഷ്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SIT നടത്തിയ സുപ്രധാനമായ ഒരു അന്വേഷണമാണ് ഇന്നലെ രാത്രിയിൽ നടന്നത്. ഇന്നലെ ഏതാണ്ട് 12 മണിക്കൂർ നീണ്ട പരിശോധനയാണ് പത്മകുമാറിന്റെ വീട് കേന്ദ്രീകരിച്ച് നടന്നത്. പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പ്രധാനമായും അന്വേഷിച്ചത്. അതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ രേഖകൾ, പ്രത്യേകിച്ച് ഭൂമി ഇടപാടുകളുടെ രേഖകൾ SITക്ക് വീട്ടിൽ നിന്ന് ലഭിച്ചു എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്നുള്ളത് നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് മൊഴി ലഭിച്ചിരുന്നു. അത് പത്മകുമാറിനെതിരായിരുന്നു ആ മൊഴി. പത്മകുമാറുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ മൊഴി നൽകിയിരുന്നു. പത്മകുമാർ ഈ അറസ്റ്റിലായ സമയത്ത് ഇതെല്ലാം നിരാകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ നൽകിയ മൊഴി അത് സാധൂകരിക്കുന്ന തെളിവുകൾ തേടിയാണ് ഇന്നലെ SIT സംഘം പത്മകുമാറിന്റെ വീട് കേന്ദ്രീകരിച്ച് റെയ്ഡ് നടത്തിയത്. പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് ഈ 2020, 2021, 2022 കാലഘട്ടങ്ങളിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, പത്തനംതിട്ടയിലും ആറന്മുളയിലും ഒക്കെ ഭൂമി വാങ്ങുന്ന ഇടപാടുകൾ, തിരുവനന്തപുരത്തടക്കം ഭൂമി വാങ്ങുന്ന ഇടപാടുകൾ അടക്കം നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം SITക്ക് ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ വീട് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത്. അതിൽ ഈ ഭൂമി ഇടപാടുകളുടെ രേഖകൾ, നേരത്തെ ലഭിച്ച മൊഴികൾ, തെളിവുകൾ സാധൂകരിക്കുന്ന രേഖകൾ ലഭിച്ചു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ നല്ല സൗഹൃദമുണ്ടായിരുന്നു എന്ന് SITക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ പത്മകുമാർ ദേവസ്വം പ്രസിഡന്റായിരുന്ന കാലത്ത് പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിത്യസന്ദർശകരായിരുന്നു. ചില സമയങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ വീട്ടിൽ തങ്ങിയിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണവും SIT നടത്തുന്നുണ്ട്. ആ കാലത്ത് അങ്ങനെ ആ വീട് കേന്ദ്രീകരിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ ഗൂഢാലോചനകൾ നടന്നിരിക്കാം എന്നുള്ളൊരു വിലയിരുത്തലാണ് ഉള്ളത്. അപ്പോൾ ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്യുന്ന ഒരു പ്രോജക്റ്റുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിനെ സമീപിച്ചിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആറന്മുള കേന്ദ്രീകരിച്ച്, വീട് കേന്ദ്രീകരിച്ച് ഇരുവരും തമ്മിൽ പദ്ധതികൾ തയ്യാറാക്കിയിരിക്കാം. എങ്ങനെ ഇത് സ്വർണം ശബരിമലയിൽ നിന്ന് ആരുടെയും കണ്ണിൽപ്പെടാതെ എടുത്തുകൊണ്ട് പോകാം, അതിന് ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ എടുക്കാം എന്നൊക്കെയുള്ള ചർച്ചകൾ നടന്നിരിക്കാം എന്നുള്ളൊരു അനുമാനമുണ്ട്. അതിനൊപ്പം തന്നെ ഇപ്പോൾ പത്മകുമാറിന് അറസ്റ്റിലേക്ക് നയിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ തെളിവ് എന്ന് പറയുന്നത് 2019 മാർച്ച് 19 നടന്ന ദേവസ്വം ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് ആണ്. ആ മിനിറ്റ്സിലാണ് സുപ്രധാനമായ തീരുമാനം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ലോഹപാളികൾ എടുത്തു കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിൽ പത്മകുമാർ ഈ വെറും ചെമ്പ്, അതായത് സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികൾ എന്നുള്ളത് വെട്ടി വെറും ചെമ്പ് എന്ന് എഴുതി അനുവദിച്ചിരിക്കുന്നു എന്ന് എഴുതി സ്വന്തം കൈപ്പടയിൽ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നതാണ് കുരുക്കായിരിക്കുന്നത്. അപ്പോൾ ഇത് ബോർഡിന്റെ തീരുമാനമായി വരുന്ന മിനിറ്റ്സ് ആണ്. ഈ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ അന്നത്തെ ബോർഡ് മെമ്പർമാരായ ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും മൊഴി അന്വേഷണ സംഘം എടുത്തിരുന്നു. ഈ രണ്ടുപേരും ഈ കേസിൽ പ്രതികളാണ്. 8ാം പ്രതി സ്ഥാനത്ത് വരുന്നത് പത്മകുമാറിനൊപ്പം ശങ്കർദാസും വിജയകുമാറുമാണ്. അപ്പോൾ പത്മകുമാറിനെ നേരത്തെ SIT അന്വേഷണത്തിനായി വിളിപ്പിച്ചെങ്കിലും പത്മകുമാർ ഒഴിഞ്ഞു മാറുകയായിരുന്നു. പക്ഷേ ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും മൊഴിയെടുത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ മൊഴിയെടുക്കുമ്പോൾ ഈ മിനിറ്റ്സ് കാണിച്ചപ്പോൾ അവർ അത് നിരാകരിക്കുകയാണ് ചെയ്തത്. പത്മകുമാർ ഒറ്റയ്ക്കെടുത്ത തീരുമാനം എന്നുള്ള മൊഴിയായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത്, പത്മകുമാറിനെ ചോദ്യം ചെയ്യുമ്പോൾ അത് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ശങ്കർദാസും വിജയകുമാറും ചേർന്ന് സാധാരണ ബോർഡ് യോഗം പോലെ എടുത്തതാണ് എന്ന് പത്മകുമാർ മൊഴി നൽകുകയാണെങ്കിൽ ഉറപ്പായും ശങ്കർദാസും വിജയകുമാറും ഈ കേസിൽ അറസ്റ്റിലാകും. ഒരു പക്ഷേ പത്മകുമാറിന് ശേഷം ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു അറസ്റ്റ് നടക്കാൻ പോകുന്നത് ശങ്കർദാസിന്റെയും ഒപ്പം തന്നെ വിജയകുമാറിന്റെയും ആകും എന്നുള്ള കാര്യമാണ്. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ പങ്ക് ഇതിനകം വലിയ രീതിയിൽ അതിനുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പരിശോധന അന്വേഷണത്തിന്റെ ഭാഗമായി നടന്നതും ഇന്നലെ പത്മകുമാറിന്റെ വീട് കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ ആ വീടുമായി ബന്ധപ്പെട്ട ഒരുപാട് തെളിവുകൾ ഈ സ്വർണ്ണക്കൊള്ളയിൽ ശേഖരിക്കേണ്ടതുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് അറിയാമായിരുന്നു. അത് നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും പത്മകുമാർ അറസ്റ്റിലായതോടെ ആ റെയ്ഡ് പൂർത്തിയായിരിക്കുകയാണ്. ആ റെയ്ഡിൽ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഭൂമി ഇടപാടുകളുടെയും സൗഹൃദത്തിന്റെയും തെളിവുകളാണ് ശേഖരിച്ചിരിക്കുന്നത്. അപ്പോൾ പ്ലോട്ടുകൾ തയ്യാറായിരിക്കുന്നത് പത്മകുമാറിന്റെ വീട് കേന്ദ്രീകരിച്ചും കൂടിയാണ് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നത്.
വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് SITക്ക് കിട്ടിയിരിക്കുന്നത്. ഈ സ്വർണ്ണക്കൊള്ളയിലെ കിങ് പിന്നായി 2019 കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന M പത്മകുമാർ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് വെളിവാക്കുന്ന നിർണായകമായ കണ്ടെത്തലുകൾ വരുന്നു SITയിൽ നിന്ന്. SIT നടത്തിയ പരിശോധനയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും സംബന്ധിച്ച രേഖകൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പത്മകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രണം എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ വരികയാണ്. ഇനി ആരൊക്കെ എന്നുള്ളതാണ് നിർണായകം. പത്മകുമാർ പ്രസിഡന്റായിരുന്ന ബോർഡിൽ അംഗമായിട്ടുള്ള 2 പേർ കൂടി അറസ്റ്റിലാകുമോ? വരുന്ന മണിക്കൂറുകളിൽ അറിയാനിരിക്കുന്ന കാര്യമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ മുൻ ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിന്റെ വീട്ടിലെ SIT പരിശോധന പൂർത്തിയായത് പുലർച്ചെയാണ്. ഉച്ചയ്ക്ക് 12:15 തുടങ്ങിയ പരിശോധന 12 മണിക്കൂറിലേറെ നീണ്ടു. നിർണായകമായ രേഖകളാണ് കിട്ടിയിട്ടുള്ളത്. അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. അനന്തൻ, ഇനി അറിയേണ്ടത്, അന്ന് ബോർഡ് യോഗത്തിൽ സ്വന്തം കൈപ്പടയിൽ ചെമ്പുപാളികൾ എന്ന് പത്മകുമാർ എഴുതാനിടയായ സാഹചര്യമാണ്. മറ്റ് ബോർഡ് അംഗങ്ങൾക്ക് ഇക്കാര്യത്തിൽ സാമാന്യമായ അറിവേ ഉണ്ടായിരുന്നുള്ളോ, അതോ ഇതൊരു വിശാല ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ഒന്നാണോ? അവർക്കെന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഫലം കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ പത്മകുമാറിന്റെ ഭൂമി ഇടപാടുകൾ എന്ന് പറയുന്നത് കേവല ഭൂമി ഇടപാടുകൾ എന്നുള്ളതിലുപരി ഇത്തരം ഡീലുകൾക്ക് കൂട്ടുന്നതിന്റെ പാരിതോഷികമാകാമല്ലോ. അപ്പോൾ ആ ആംഗിളിലേക്ക് അന്വേഷണം പോകുന്നുണ്ടോ? അഭിലാഷ്, ഇതിലിപ്പോഴും ഒരു പ്രശ്നമുള്ളത്, ഈ അന്വേഷണത്തിൽ ഈ ബോർഡിലെ ഉദ്യോഗസ്ഥരുമൊക്കെ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടുന്ന ഒത്താശ ചെയ്തു കൊടുത്തു എന്നുള്ളത് കൃത്യമായി തെളിവുകൾ സഹിതം SIT കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ പ്രധാന ആസൂത്രകൻ പത്മകുമാർ ആണ് എന്നും അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ കണ്ടെത്തുകയാണ്. അതിനും അപ്പുറം മറ്റ് ഏതെങ്കിലും ശക്തികൾ, ഇവരെ എല്ലാം നിയന്ത്രിക്കുന്ന ശക്തികൾ ഉണ്ടോ എന്നുള്ളൊരു സംശയം ഇപ്പോഴും ബാക്കിയാണ്. കാരണം പത്മകുമാർ മാത്രം പറഞ്ഞാൽ ഈ അന്നത്തെ കമ്മീഷണറായിരുന്ന വാസു അടക്കമുള്ളവർ ഇതിന് വഴങ്ങുമോ എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. പിന്നെ മറ്റൊരു കാര്യം പരിശോധിക്കുമ്പോൾ ഇതിൽ സാമ്പത്തികമായ ഇടപാട്, അത് അസ്വാഭാവികമായ സാമ്പത്തിക നേട്ടം പത്മകുമാറിന് ലഭിച്ചു എന്നുള്ള കാര്യം SIT സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവർക്ക് ആ രീതിയിൽ വലിയ സാമ്പത്തിക ലാഭം നേടിയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളോ അതല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശമോ അവർക്ക് ലഭിച്ചിരിക്കാം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ അനുമാനം. പക്ഷേ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പ്രത്യക്ഷത്തിൽ തന്നെ പത്മകുമാറിന് സാമ്പത്തിക നേട്ടം ഉണ്ടായി എന്നുള്ളൊരു സ്ഥിരീകരണം അന്വേഷണ സംഘം നേരത്തെ തന്നെ, അറസ്റ്റിന് മുൻപ് തന്നെ നടത്തിയിരുന്നു. അത് പോറ്റിയുടെ മൊഴി, അതിനെ സാധൂകരിക്കുന്ന മൊഴികൾ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, പോറ്റിയും പത്മകുമാറും ചേർന്ന് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു എന്നുള്ള കൃത്യമായ വിവരം അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. അപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റ് കഴിഞ്ഞ പാടെ ആ തെളിവുകൾ തേടിയാണ് പത്മകുമാറിന്റെ വീട് കേന്ദ്രീകരിച്ച് ഇന്നലെ 12 മണിക്കൂറിലധികം നടന്ന പരിശോധനയുള്ളത്. ഏതായാലും ഈ ദേവസ്വം ബോർഡിൽ ഇത് എങ്ങനെ ഈ പോറ്റിക്ക് ഈ സ്വർണം ക്ലാഡ് ചെയ്ത പാളികൾ എടുത്തു കൊടുക്കണം എന്നത് സംബന്ധിച്ചുള്ള വിദ്യ, ആ ആസൂത്രണം, അത് അവതരിപ്പിച്ചിരിക്കുന്നത് പത്മകുമാറാണ്. അപ്പോൾ പത്മകുമാർ ആരുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചത് എന്നുള്ള കാര്യത്തിലേക്ക് ഇനി അന്വേഷണം പോകേണ്ടതുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു. ഇനി ആ പത്മകുമാറിൻ്റെ ഒപ്പം ഇതിൽ പങ്കുചേർന്നു എന്ന് കരുതുന്ന ബാക്കി ബോർഡംഗങ്ങൾ, അവരുടെ അറസ്റ്റും അവരുടെ മൊഴിയും ഇനി ഏറ്റവും നിർണായകമാണ്.